കലോത്സവത്തിന് ഏറ്റവും മനോഹരമായ നൃത്തരൂപങ്ങളാണല്ലേ, സംഘനൃത്തം, അതുപോലെ മോഹിനിയാട്ടം, ഭരതനാട്യം, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കാണികൾ അവിടെ നിന്ന് മാറില്ല. സംഘനൃത്തത്തിൻ്റെ മത്സരവേദിയിൽ അതുപോലെ തന്നെയായിരുന്നു. ആ മത്സരവേദിയിൽ നിന്ന് കൈയോടെ പിടിച്ചുകൊണ്ട് ഒരു ടീമിനെ കൊണ്ടുവന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ടീമാണ് സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? അതെ. നിങ്ങൾ ഇതിനു മുൻപും പങ്കെടുത്തിട്ടുണ്ടോ? സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, അടിപൊളി. അടിച്ചു പൊളിച്ചല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ മത്സരം. അപ്പോൾ ഇവരുടെ മത്സരം ഒന്ന് കണ്ടുവരാം നമുക്ക്. ആയിഷ, ആയിഷ, എന്താ അവിടെ കളിക്കുന്നേ? കൈതപ്പൂ തിരുകിയ ചുരുളൻ മൂടി കയ്യിൽ പൊട്ടിച്ചിരിക്കണ കുപ്പിവള മഞ്ഞപ്പുള്ളിയുള്ള നീലക്കുപ്പായമിട്ട് കുഞ്ഞിത്തൊങ്ങല് തുന്നിയ പാവാട. അയലത്തും അകലത്തും വീട്ടിലും കടയിലും പാല് വിൽക്കാൻ പോണോള് ആരാണി മൊഞ്ചത്തി പെണ്ണ്. എന്താണിവൾക്കൊരു പേര്? പേരിവൾക്കായിഷ എന്ന്. അല്ല, ഇവൾ അന്ത്രുമാന്റെ മോള്. നമ്മ ഇറച്ചിക്കടക്കാരൻ അന്ത്രുമാൻ ആ സൈത്താന്റെ മോളോ ഇവള്, സൈത്താന്റെ മോളോ ഇവള്. മുഖം നിറച്ചു വസൂരിക്കലയും മാംസം കെട്ടി തൂക്കിയ കടയുടെ മുമ്പില് കയ്യിൽ വെട്ടുകത്തിയും പിടിച്ചിരിക്കണ നമ്മുടെ കാലൻ അന്ത്രുമാന്റെ മോള്. കെട്ടിയോളെ ഒറ്റച്ചവിട്ടിന് കൊന്ന പാപിയുടെ മോള്, ഒന്നൊര പാപിയുടെ മോള്. കത്തിയോണ്ട് അരിഞ്ഞ പെണ്ണെ അന്നേയും കടയിൽ കെട്ടിത്തൂക്കും ഞാൻ. പോയല്ലോ എന്റെ എന്നെട്ടു വയസ്സിൻ തേങ്ങലുകൾ. ആയിഷാന്റെ നിക്കാഹല്ല കച്ചോടം. ഏതോ വിടനവളെ വിറ്റു 150 രൂപയ്ക്ക്. പണ്ടോം തണ്ടും വളയലസും കൊടുത്തില്ല ഞാനൻ. ആയിഷാനെ നോക്കിക്കോളും ആൾക്കിനാവ് കണ്ടു, ആൾക്കിനാവ് കണ്ടു. ലോകമെന്തെന്നറിയാത്തോരെട്ടു വയസ്സിന്റെ മേൽ കെട്ടിമറിഞ്ഞു നേരും തെറിയും കെട്ടൊരീ ലോകം. നഗരത്തിലെ നാൽക്കവല അവിടെന്തോ വലിയൊരാൾ കൂട്ടം
കുഞ്ഞിനെ ഞെക്കിക്കൊന്നൊരായിഷ ലോകപ്പിലായി. ആയിഷയോ എന്തിനവൾ കൊന്നു സ്വന്തം കുഞ്ഞിനെ? വൃദ്ധൻ പുതിയ പ്ലേയുടെ പേക്കൂത്തും സഹിച്ചോണ്ട് പട്ടണത്തിലെ വീട്ടിൽ കഴങ്ങൊണ്ടു വെന്ത് ജീവിച്ചോള്. മൊഴി ചൊല്ലി ഞാൻ നിന്നെ എന്നു കേട്ടു പടിയിറങ്ങി. അടിയിൽ കനം തോന്നും വയറും താങ്ങിട്ടവൾ. പെറ്റ കുഞ്ഞിനെ കൊന്ന കൊലയാളി പെണ്ണിന് ശിക്ഷയായി ആയിഷ ലോകപ്പിലായി. ശിക്ഷ കഴിഞ്ഞവൾ തിരിച്ചിറങ്ങുമ്പോൾ അപ്പോഴും കനം തൂങ്ങുന്ന അടിവയറ്റിൽ അവൾക്ക് നിയമപാലകർ കൊടുത്ത നിറവയർ. തിണ്ണയിൽ മറകെട്ടി ഞാൻ പെറ്റെടുത്തതാണി കുഞ്ഞു റഹീമിനെ. ഇല്ലേ കുഞ്ഞിനെ കൊല്ലില്ല ഞാൻ, ഇവനെ വളർത്തി ഞാൻ വലിയോനാക്കും വലിയോനാക്കും. ഇരുളിൽ പച്ച മാംസം വിൽക്കുന്ന തെരുവിൽ ആയിഷയും പുതിയൊരന്തേവാസി. പാലൂട്ടി താരാട്ടി കുഞ്ഞിനെ ഉറക്കി നാളത്തെ അന്നത്തിനായി ഒരുങ്ങി നിൽക്കും. കണ്ണെഴുതി പൊട്ടും തൊട്ടവൾ ഒരുങ്ങി നിൽക്കും തെരുവിൻ സന്തതിയാ. ഒരു നാൾ രാത്രിയിൽ ചെറ്റവാതിൽ തുറന്ന് വന്ന മുഖം കണ്ട് പകച്ചുപോയ ആയിഷ. മദ്യവും മാംസവികാരവും ഉടൽ ചേർന്നോൻ കശക്കിയറിഞ്ഞെന്നെ മൊഴി ചൊല്ലിയോൻ. തള്ളിയ കത്തി തൻ മാറത്ത് ചായുവാനായുന്ന വൃദ്ധനെ വെറുപ്പോടെ ആയിഷ തന്നിലേക്കാൾ നിറങ്ങാൻ വെമ്പൽ കൊള്ളുമാ നെഞ്ചിലേക്കൊരു കത്തിയാഴ്ത്തിയവൾ. പൂക്കുറ്റി കത്തുമ്പോൾ തെറിച്ചു രക്തം നിണം നിറഞ്ഞ കൈകളിൽ വീണ്ടും വിലങ്ങു വീണു. കഥയൊന്നും അറിയാതെ വീടു വിട്ടു നാലണയ്ക്കു തെണ്ടുന്നു കുഞ്ഞുമകൻ. എങ്കിലും അഭിമാനത്തോടെ പറയുമവൻ, ആയിഷ ഉമ്മാന്റെ പൊന്നുമോനാണു ഞാൻ. ആരോ കറക്കിയെറിഞ്ഞിട്ടു നാടിന്റെ നേരെ വരുമേറു പമ്പരം പോൽ. പറയാതെ പറയുന്നു ചാവില്ല ഞാൻ, എനിക്ക് പറയുവാൻ ചോദിക്കാൻ പലതുണ്ട്. അരവയർ പട്ടിണിയോടെയാമോ അന്നത്തെ പോലിന്നും നിറവയറോടെയാമോ? ആയിഷ ആയിഷ ആയിഷ
നമ്മുടെ പ്രശസ്തനായ വയലാർ രാമവർമ്മയുടെ ആയിഷ ഖണ്ഡകാവ്യമായിരുന്നു. അത് അതിലേറെ മനോഹരമായിട്ട് 100 കണക്കിന് സ്റ്റേജുകളിൽ വി സാംബശിവൻ എന്ന കാഥികൻ അത് ചൊല്ലി, അദ്രമാൻ കൈ ചൂണ്ടിക്കൊണ്ടലറി പെണ്ണേ നിന്നെ കത്തികൊണ്ടരിയും ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അച്ഛനൊക്കെ ഇത് ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സങ്കടപ്പെടുത്തി ശരിക്കും പറഞ്ഞ ആയിഷ. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അതിക്രൂരമായി പെരുമാറുന്നവർക്ക് അവർക്കൊക്കെ മുന്നിലേക്ക് ഈ ചോദ്യം നിങ്ങൾ വയ്ക്കുന്നുണ്ട്. വലിയ സന്തോഷം. ഇങ്ങനെ ഒരു പ്രമേയം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ? പ്രവീൺ സാറ്. പ്രവീൺ സാർ ഇവിടെ എങ്ങാനും ഉണ്ടോ? പ്രവീൺ സാറിനാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊപ്പം തന്നെ ഒരു കയ്യടി കൊടുക്കേണ്ടത്. പ്രവീൺ സാർ എങ്ങനെയാ നിങ്ങൾ ആലപ്പുഴക്കാരാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ആ പ്രമേയം. കേട്ടിട്ടുണ്ടോ സാംബശിവന്റെ കഥാപ്രസംഗം? കേട്ടിട്ടുണ്ട്. വയലാറിൻ്റെ ഖണ്ഡകാവ്യമായിരുന്നു അത്. 200ഓളം വേദികളിൽ സാംബശിവൻ സാറ് കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ അമ്മയാണ് ഇങ്ങനെ ഒരു തീം എന്നോട് പറയാൻ കാരണം പുള്ളിക്കാരി അത് പോയിരുന്ന വേദിയിലിരുന്ന ഒരു 10-15ഓളം വേദിയിൽ സാംബൻ സാറിൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്. അപ്പം ഒരേ വെറൈറ്റി വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഇത് അമ്മയാണ് ഈ ഒരു തീം എടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ തുടങ്ങി. പിന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ബാങ്ക് വിളിച്ചുകൊണ്ട് ഒരു സംഘനൃത്തം വരിക എന്ന് പറയുന്നത്. സംഘനൃത്തത്തിനൊന്നും തിരഞ്ഞെടുക്കാത്ത ഒരു പ്രമേയമാണ്. പിന്നെ കാലം എത്ര കഴിഞ്ഞാലും ഇതുപോലുള്ള പ്രമേയങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ നടമാടുന്ന അനീതികൾക്കും അക്രമങ്ങൾക്കും ദുരാചാരങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെയുള്ള ഒരു ഉദ്യമം, നിങ്ങളുടെ ഒരു പരിശ്രമം, ഈ പെൺകുട്ടികൾ, മിടുക്കി കുട്ടികൾ അതിന് ഭാഗമാകുന്നു എന്നുള്ളത് വലിയ സന്തോഷം.